ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ രാവിലെ തന്നെ മുറ്റടിച്ചിടുന്ന തിരക്കിലാണ് കേട്ടോ. എന്നുള്ള അത്ര ചപ്പില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ഈ കുമ്പളവള്ളിയിലാണെങ്കിൽ കുമ്പളങ്ങ കായ്ച്ചണേ ഇല്ല കേട്ടോ, പൂവ് മാത്രം ഉണ്ടായി അങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് നട്ട് വെച്ചിട്ടുള്ള ഈ ഒരു മല്ലിൻ്റെ ഇതാണ് കേട്ടോ. ഇത് ഞാൻ മല്ലി ഇട്ട് കൊടുത്തതല്ല, വെറുതെ തണ്ട് വെച്ചിട്ട് വരുമോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ പുതിനൻ്റെയും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മല്ലി പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നു. അപ്പം ഞാൻ സിറ്റ് ഔട്ടിൽ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ആ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇല എന്ന് പറയുന്നത് പട്ടൻ്റെ ഇലയാണ് കേട്ടോ. ഈ സ്പൈസസിലൊക്കെ ഉണ്ടാവും ഈ ഇല, പട്ടൻ്റെ ഇല. ഇത് അല്ലാതെ തിളപ്പിച്ചിട്ട് നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ വലിയ സ്മെല്ലില്ല കേട്ടോ, ചെറിയൊരു മണം കിട്ടുള്ളൂ. പക്ഷേ ഈ സ്പൈസസിൻ്റെ ഇടയിൽ മിക്സ് ചെയ്തിട്ടത് കൊണ്ട് തോന്നുന്നു അതിന് മണം കിട്ടുന്നത്. സാധാരണ വീട്ടിൽ ഇതാക്കിയാൽ അങ്ങനെ സ്മെല്ല് കിട്ടില്ല. അപ്പോൾ 3 ഇടിയപ്പമാണ് ഗൈസ് ഞാൻ കഴിക്കാനെടുത്തത് രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നീട്ടിയിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ അടിപൊളിയായിട്ട് നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി മാത്രം മതി ഉച്ചക്ക് ഉപ്പേരി എന്തെങ്കിലും വേണ്ടേന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന കോവയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കോവക്ക ഉപ്പേരി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കോവയ്ക്ക തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെക്കാനായിട്ട്. കട്ടിയിൽ മാത്രമല്ല ഉപ്പേരി ഞാൻ തന്നെ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഫുള്ള് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു താളിച്ചാനുള്ളത്. അതിക്കതായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച് പിന്നെ ഉള്ളി ഇട്ടിട്ട് മുളകും ഇട്ട് നന്നായി വാട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ ഈ കോവക്ക ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സാധാ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് ഉപ്പേരിയൊക്കെ. കഴിഞ്ഞതാ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി ചിക്കൻ കറി ഉപ്പേരിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ കോവക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പച്ചക്കറിയിൽ പൊതുവേ കോവക്ക ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ ഉപ്പേരി കൂട്ടിയിട്ട് ചോറുന്നാൻ ഇഷ്ടം. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ, എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് കുക്കുംബർ കഴിക്കാറുണ്ട് കേട്ടോ. കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം. കൂടുതലും കുക്കുംബറാണ്, കടയിൽ കണ്ട വാങ്ങിയിട്ട് കഴിക്കും. ഉണ്ടെങ്കിൽ അത് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ വൈകിട്ടായപ്പോൾ നല്ല പല്ലുവേദന, അറ്റത്ത് പല്ലുണ്ടാവണേൻ്റെ കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് നന്നായി ഗാർഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പോൾ വീണ്ടും ചിക്കൻ കറിയും ദോശയും തന്നെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ നല്ല മുരിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുരിയിച്ചിട്ടല്ലേ ടേസ്റ്റ് എന്ന് വെച്ചിട്ട്, പക്ഷേ എനിക്ക് നേരെ കടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.